വീഡിയോസിലേക്ക് സ്വാഗതം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് വിജയുടെ സിനിമ റിലീസ് ചെയ്ത് ആദ്യം കിട്ടിയ വാർത്തകളിൽ മികച്ച സിനിമ അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമ എന്നാണെങ്കിൽ പിന്നീട് കിട്ടിയത് സമ്മിശ്ര പ്രതികരണം മാത്രമായിരുന്നു. കേരളത്തിൽ വലിയ രീതിയിൽ ഈ സിനിമയ്ക്ക് മോശം അഭിപ്രായം വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മികച്ച അഭിപ്രായം എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡായിരുന്നു എന്നുള്ളത് എടുത്തു പറയാം. എന്താണേലും ലിയോ തീർത്ത റെക്കോർഡൊന്നും ഇവിടെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് പ്രതീക്ഷിച്ച ആ ഒരു കളക്ഷൻ ഇവിടെ വരികയും ഉണ്ടായി എന്നുള്ളതാണ്. ഏകദേശം 4 കോടിക്കടുത്ത് 3,80,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ പ്രീസെയിൽ മാത്രമായി കേരളത്തിൽ നിന്ന് വന്നത്. സാധാരണ വിജയ് സിനിമകൾക്ക് മോഹൻലാൽ മമ്മൂട്ടി സിനിമകളേക്കാൾ കൂടുതൽ പ്രീസെയിലും കളക്ഷനുമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തിയേറ്റർ നോക്കിക്കഴിഞ്ഞാൽ തലകുത്തി നിന്നാലും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ 700 തിയേറ്ററുകൾ കിട്ടാറില്ല. പക്ഷേ വിജയ് വന്നാൽ പൂവറിക്കുന്ന ലാഘവത്തോടെ അദ്ദേഹത്തിന് തിയേറ്ററുകൾ കിട്ടാറുമുണ്ട്. അതുതന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും നമുക്ക് വിജയുടെ പേരിലേക്ക് തന്നെ എഴുതി കൊടുക്കേണ്ട വരും, അല്ലെങ്കിൽ എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് 1166ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പോൾ 1,47,000 മുകളിൽ ആളുകളാണ് സിനിമ കണ്ടത്. അതായത് 45% ഒക്യുപ്പൻസിയാണ് വൈകുന്നേരം 3:30 വരെയുള്ള നമുക്ക് സമയത്ത് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ 146ഓളം ഹൗസ്ഫുൾ ഷോകൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നതാണ്. അതായത് ഇതുവരെ ലഭ്യമായിരിക്കുന്ന 2,27,00,000 രൂപ ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രമായി ഇന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ കളക്ഷൻ ഒരുപക്ഷെ 4.5 കോടിക്ക് അടുത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ 6 കോടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഗംഭീരമെന്ന് തന്നെ പറയാം. ലിയോ തീർത്ത റെക്കോർഡ് ഇവിടെ ഒന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ ദിനത്തിൽ പ്രീസെയിലൂടെ മാത്രമായി 8 കോടിക്ക് മുകളിലായിരുന്നു ആ സിനിമ ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയത്. ആദ്യ ദിനം തന്നെ 12 കോടിക്കടുത്ത് സിനിമ കളക്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം വിജയ് വന്ന് സിമ്പിളായി തൂക്കിയ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 5 കോടിയോളമായിരിക്കാം ഇന്നത്തെ കളക്ഷൻ വരാൻ പോകുന്നത് എന്നുള്ളത്. ഇനിയും മികച്ച ഒരു കളക്ഷൻ എന്നുള്ളത് എടുത്തു പറയാനൊന്നുമില്ലെങ്കിലും താരതമ്യേന ബാക്കിയുള്ള സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മികച്ച കളക്ഷൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. കാരണം അത് ഒറ്റ പേര് തന്നെയാണ്, വിജയ് എന്നുള്ള ആ ഒരു പേര് തന്നെയാണ് ഈ സിനിമയെ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.